അപ്പോൾ ഹലോ മക്കളെ, നമ്മൾ കെമിസ്ട്രിയിലെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ചാപ്റ്ററാണ് ചാപ്റ്റർ 5 ഇലക്ട്രോ കെമിസ്ട്രി അഥവാ വൈദ്യുത രസതന്ത്രം. ഓക്കെ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇതിൽ ഏറ്റവും കോറായിട്ടുള്ള കണ്ടന്റുകളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഏറ്റവും പ്രധാനമാണ് ഇത് നമ്മൾ ആദ്യം പഠിക്കുന്ന റിയാക്ടിവിറ്റി സീരീസ് അഥവാ ക്രിയാശീല ശ്രേണി. ഓക്കെ, അതിൻ്റെ ഒരു 3 ഉപയോഗങ്ങൾ, അത് ആദേശം പോലെ ഡിസ്പ്ലേസ്മെൻറ്റ് പോലെയൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ദെൻ അടുത്ത രണ്ടാമത്തെ ഒരു ടോപ്പിക്കായിട്ട് പറയുന്നതാണ് ഗാൽവാനിക് സെൽ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു ചാപ്റ്ററാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു പോർഷൻ ആണെന്ന് പറയുന്നത് ഗാൽവാനിക് സെല്ല്. ഓക്കെ, മൂന്നാമതായിട്ട് നമുക്ക് പറയാൻ പറ്റും ഇലക്ട്രോലിറ്റിക് സെല്ല്, വൈദ്യുത വിശ്ലേഷണ സെല്ല്. അത് മോൾട്ടന്, അക്വസ് അങ്ങനെ 2 സെപ്പറേറ്റ് ഒക്കെ പറയുന്നുണ്ട്. അതാണ് ഇതിലെ രണ്ടാമത്തെ ടോപ്പിക്. ഇനി അവസാനമായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇന്ധന സെല്ലുകൾ, അതുപോലെ തന്നെ പ്രൈമറി സെല്ലുകൾ, സെക്കൻഡറി സെല്ലുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ ഇതിൻ്റെ അവസാനം പറയുന്നുണ്ട്. ഓക്കെ, ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഗാൽവാനിക് സെല്ലുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് ആദ്യം ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഗാൽവാനിക് സെല്ല് എന്ന് പറയുന്നത് നമ്മൾ രാസോർജ്ജത്തിൽ നിന്ന് വൈദ്യുതോർജ്ജത്തെ അഥവാ കെമിക്കൽ എനർജിയിൽ നിന്ന് ഇലക്ട്രിക്കൽ എനർജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സെല്ലാണ്. അവിടെ നമ്മൾ 2 മെറ്റലുകളാണ് യൂസ് ചെയ്യുക എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഓക്കെ, അപ്പോൾ അതിലെ ക്വസ്റ്റ്യൻസ് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം, ശ്രദ്ധിക്കാം. ഇവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്, നമ്മൾ സിങ്കും കോപ്പറും ഈ 2 ഇലക്ട്രോഡുകൾ ഉപയോഗിച്ചിട്ടാണ് ഒരു ഗാൽവാനിക് സെല്ല് നിർമ്മിക്കുന്നത്. ഓക്കെ, സിങ്കും കോപ്പറും ഉപയോഗിച്ചിട്ട് ഒരു ഗാൽവാനിക് സെല്ല് നിർമ്മിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ചിലപ്പോൾ നിങ്ങളോട് അതിൻ്റെ ഒരു ഫിഗർ വരയ്ക്കാൻ പറഞ്ഞാൽ ഏതൊരു ഗാൽവാനിക് സെല്ലിൻ്റെയും ഫിഗർ വരയ്ക്കാൻ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം ജസ്റ്റ് 2 ബീക്കറുകളൊന്ന് വരച്ച് വെക്കുക. നമ്മുടെ മെറ്റൽ സിങ്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിലാദ്യം ZnSO4ഉം, ഒന്ന് കോപ്പർ ആയതുകൊണ്ട് ഒന്നിൽ CuSO4 എടുക്കുന്നു. അത് ക്ലിയർ ആക്കുക. ദെൻ ZnSO4ലേക്ക് നമ്മൾ സിങ്കിനെയും CuSO4ലേക്ക് നമ്മൾ Cuനെയും ഇറക്കി വെക്കുക. 2 ഇലക്ട്രോഡുകളെ തമ്മിൽ വോൾട്ട് മീറ്റർ അല്ലെങ്കിൽ ഗാൽവനോമീറ്ററുമായിട്ട് കണക്ട് ചെയ്യുക. 2 ബീക്കറുകളെ തമ്മിൽ നമ്മൾ സാൾട്ട് ബ്രിഡ്ജുമായിട്ടും കണക്ട് ചെയ്യുക. ഇതാണ് ഒരു ഗാൽവാനിക് സെല്ലിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ചോദ്യം എന്താണ്? ഈ ഗാൽവാനിക് സെല്ലിൻ്റെ പേര് എഴുതുക എന്നാണ്. വളരെ വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഗാൽവാനിക് സെല്ല് നമ്മൾ 2 ലോഹങ്ങൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ഏതൊരു ഗാൽവാനിക് സെല്ലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഇവിടെ സ്പെസിഫിക് ആയിട്ട് പറയുന്നു, നമ്മൾ ഉപയോഗിക്കുന്ന ലോഹം ഒന്ന് സിങ്കും ഒന്ന് കോപ്പറുമാണ്. സിങ്കും കോപ്പറും ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ ഗാൽവാനിക് സെല്ലിന് ഒരു പ്രത്യേക പേര് പറയും. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഡാനിയൽ സെല്ല് എന്നാണ് പറയുക. എന്താ പറയുക? ഡാനിയൽ സെല്ല്. ഓക്കെ, അപ്പോൾ 1 മാർക്കിൻ്റെ ചോദ്യമായി. ഓക്കെ, ഇനി ഏത് ഇലക്ട്രോഡിലാണ് ഓക്സിഡേഷൻ നടക്കുന്നത്, ഓക്സീകരണം നടക്കുന്ന ഒരു പ്രയാസമില്ല, ശ്രദ്ധിച്ചോളൂ. ഇവിടെ 2 മെറ്റലാണുള്ളത്, ഒന്ന് സിങ്ക് ഒന്ന് കോപ്പർ. പഠിച്ചു വെക്കാം. ക്രിയാശീലം കൂടിയതാരാ? സിങ്ക്. ഓക്കെ, ക്രിയാശീലം റിയാക്ടിവിറ്റി കുറഞ്ഞതാരാ? കോപ്പർ. ഓക്കെ, ക്രിയാശീലം കൂടിയതിന് എന്താ നടക്കുക? ഓക്സിഡേഷൻ. ക്രിയാശീലം കുറഞ്ഞതിന് എന്താ നടക്കുക? റിഡക്ഷൻ. ഓക്കെ, അപ്പോൾ ഓക്സിഡേഷൻ നടക്കുന്ന ആളെ നമ്മൾ എന്താ പറയുക? ആനോഡ്. ഓക്കെ, റിഡക്ഷൻ നടക്കുന്ന ആളെ നമ്മൾ എന്താ പറയുക? കാഥോഡ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഗാൽവാനിക് സെല്ല് സെറ്റ്. 2 മെറ്റൽ ഉണ്ടാവും, അതിൽ ക്രിയാശീലം റിയാക്ടിവിറ്റി കൂടിയതിന് ഓക്സിഡേഷൻ ആനോഡ്, ക്രിയാശീലം കുറഞ്ഞത് റിയാക്ടിവിറ്റി കുറഞ്ഞതിന് റിഡക്ഷൻ നിരോക്സീകരണം, അത് കാഥോഡ്. ഓക്കെ, ഇവിടെ ചോദ്യം എന്താ? ഇവിടെ ഏത് ഇലക്ട്രോഡിലാണ് ഓക്സീകരണം നടന്നത്, ഓക്സിഡേഷൻ നടന്നത്? ഒരു പ്രയാസമില്ല, നോക്കി ഓക്സിഡേഷൻ നടക്കുന്നത് റിയാക്ടിവിറ്റി കൂടിയ സിങ്കിൽ. ആൻസറായി. ഓക്കെ, ദെൻ അടുത്തത്, ഈ സെല്ലിൽ നടക്കുന്ന റിഡോക്സ് രാസപ്രവർത്തനത്തിൻ്റെ സമവാക്യം എഴുതുക. ഓക്കെ, റിഡോക്സ് രാസപ്രവർത്തനം 3 സമവാക്യങ്ങൾ എഴുതാൻ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. ഓക്സിഡേഷൻ്റെ സമവാക്യം എഴുതാൻ അറിയണം, റിഡക്ഷൻ്റെ സമവാക്യം, നിരോക്സീകരണത്തിൻ്റെ സമവാക്യം എഴുതാൻ അറിയണം, റിഡോക്സിൻ്റെ സമവാക്യം എഴുതണം. ഓക്കെ, ഞാൻ ആദ്യം ഓക്സിഡേഷൻ ഒന്ന് എഴുതുന്നുണ്ട്, ശ്രദ്ധിച്ചോളി. ഓക്സിഡേഷൻ നടക്കുന്നതായിരിക്കാം സിങ്കിന്. അപ്പോൾ Zn ഗീവ്സ് എന്ത് എഴുതുന്നു? Zn2+, എന്നിട്ട് അതെന്തായി മാറും? 2 ഇലക്ട്രോണിനെ വിട്ടിട്ട് അത് Zn ഗീവ്സ് Zn2+ 2 ഇലക്ട്രോൺ ആയിട്ട് മാറുന്നു. ഓക്കെ, ദെൻ ഇനി റിഡക്ഷൻ്റെ ഇക്വേഷൻ എഴുതുന്നത് നോക്കി. Cu2+. റിഡക്ഷൻ നടക്കുന്നത് Cu എന്ന് പറയുന്ന ഇലക്ട്രോഡിലാണ്, പക്ഷെ അത് Cu2+നാണ് റിഡക്ഷൻ നടക്കുക. ആ Cu2+ 2 ഇലക്ട്രോണിനെ വാങ്ങിയിട്ട് അതെന്തായി മാറുന്നു? Cu ആയിട്ട് മാറുന്നു. ഇത് ഓക്സിഡേഷൻ, ഇതെന്താണ്? ഇത് റിഡക്ഷൻ. ഓക്സിഡേഷനും റിഡക്ഷനും ഒരുമിച്ച് നടക്കുന്ന റിയാക്ഷനാണ് നമ്മൾ എന്ത് പറയുക? റിഡോക്സ് റിയാക്ഷൻ അഥവാ റിഡോക്സ് രാസപ്രവർത്തനങ്ങൾ എന്ന് പറയാം. അപ്പോൾ ഇത് 2ഉം തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്നതിനാണ് നമ്മൾ എന്ത് പറയുക? റിഡോക്സ് റിയാക്ഷൻ. ഓക്കെ, നമ്മൾ കൂട്ടിയിട്ട് അങ്ങനെ വളരെ ടഫായിട്ട് ഇതിനെ കാണുന്നു. മനസ്സിലാക്കി. ഓക്സിഡേഷൻ നടക്കുന്ന ആളെ ഞാൻ ആദ്യം എഴുതും സിങ്ക്. ഓക്കെ, സിങ്ക്. റിഡക്ഷൻ നടക്കുന്ന ആളെ ഞാൻ രണ്ടാമത് എഴുതും Cu2+. ആരാണ്? Cu2+. ഓക്കെ, ഗീവ്സ്. ഈ സിങ്കിനെ ഞാൻ ഇപ്പുറത്ത് എഴുതുമ്പോൾ ഞാൻ എന്ത് എഴുതും? Zn2+ എന്ന് എഴുതും. ഓക്കെ, ഈ Cu2+നെ ഞാൻ ഇപ്പുറത്ത് എഴുതുമ്പോൾ ഞാൻ എന്ത് എഴുതും? Cu എന്ന് എഴുതും.
ഇതാണ് റിഡോക്സ് റിയാക്ഷൻ. ഇതാണെന്ത് റിഡോക്സ്. ഈ തരത്തിൽ എഴുതിയാൽ മതി. നമ്മൾ ആദ്യം ഓക്സിഡേഷൻ നടന്ന ആൾ എഴുതുന്നു, രണ്ടാമത് ആരെഴുതുന്നു, റിഡക്ഷൻ നടന്ന ആൾ എഴുതുന്നു. ഓക്കെ, ദെൻ ഓക്സിഡേഷൻ നടന്ന ആൾക്കുണ്ടായ ചേഞ്ച് അപ്പുറത്ത്, റിഡക്ഷൻ നടന്ന ആൾക്കുണ്ടായ ചേഞ്ച് അപ്പുറത്ത്. എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, രണ്ട് സൈഡിലെയും ചാർജുകൾ ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഇവിടെ നമുക്ക് 2+ ആണ് രണ്ട് സൈഡിലും, അതുകൊണ്ട് പ്രശ്നമില്ല. ഇതന്നെയാണ് റിഡോക്സ് റിയാക്ഷൻ. ഓക്കെ, അപ്പോൾ സിങ്ക് കോപ്പർ ഗാൽവാനിക് സെല്ലിനെ പറയുന്ന പേരാണ് ഡാനിയൽ സെല്ല്. അതിൽ ഓക്സിഡേഷൻ നടക്കുന്നത് എവിടെയെന്ന് ചോദിച്ചു, സിങ്കിൽ എന്ന് പറഞ്ഞു. അപ്പോൾ റിഡക്ഷൻ നടക്കുന്നത് എവിടെയായിരിക്കും, കോപ്പറിലായിരിക്കും. ഓക്കെ, ദെൻ പിന്നെ ഓക്സിഡേഷൻ എങ്ങനെ എഴുതുന്നു, റിഡക്ഷൻ എങ്ങനെ എഴുതുന്നു, റിഡോക്സ് റിയാക്ഷൻ എങ്ങനെ എഴുതുന്നു, 3 കാര്യങ്ങൾ പറഞ്ഞു. ഓക്കെ, ഇനി മറ്റൊരു ചോദ്യം നോക്കാം. ഒരു ഗാൽവാനിക് സെല്ലിൽ കോപ്പർ ആക്ട് ആസ് കാഥോഡ്. ഓക്കെ, ഒരു ഗാൽവാനിക് സെല്ലുണ്ട്, അതിൽ കോപ്പർ എന്ന് പറയുന്ന മെറ്റൽ എന്തായിട്ട് പ്രവർത്തിക്കുന്നു, അത് കാഥോഡായിട്ട് പ്രവർത്തിക്കുന്നു. ഓക്കെ, ഇനി ആനോഡിൽ നടക്കുന്ന ഒരു റിയാക്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, അവിടെ ആനോഡായി പ്രവർത്തിക്കുന്നത് അപ്പോൾ ആരാണ്, അലൂമിനിയാണ്. കാഥോഡ് കോപ്പർ ആണ് എന്ന് പറഞ്ഞു, ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ട് അലൂമിനിയത്തിൻ്റെ റിയാക്ഷൻ തന്നിട്ടുണ്ട്, അപ്പോൾ അവിടെ ആനോഡ് ആരാണ്, അലൂമിനിയാണ്. ഓക്കെ, ഇനി വിച്ച് സാൾട്ട് സൊല്യൂഷൻ ഈസ് ടു ബി ടേക്കൺ അലോങ് വിത്ത് അലൂമിനിയം ഇലക്ട്രോഡ്. ഓക്കെ, നേരത്തെ ചോദ്യത്തിൽ നമ്മൾ പറഞ്ഞു സിങ്കിനെ നമ്മൾ ഇറക്കി വെക്കേണ്ടത് ZnSO4ലേക്കാണ്, സിങ്ക് സൾഫേറ്റിലേക്ക്. കോപ്പറിനെ നമ്മൾ ഇറക്കി വെക്കേണ്ടത് കോപ്പറിൻ്റെ സൊല്യൂഷൻ CuSO4ലേക്ക്. ഓക്കെ, അലൂമിനിയം എന്ന് പറയുന്ന ഇലക്ട്രോഡിനെ നമ്മൾ ഇറക്കി വെക്കേണ്ട സൊല്യൂഷൻ ഏതാണ് എന്നുള്ളതാണ് ഇവിടെ ചോദ്യം ചോദിക്കുന്നത്. സോ അലൂമിനിയത്തിന് നമ്മൾ ഇറക്കി വെക്കേണ്ടത് അലൂമിനിയം സൾഫേറ്റ് എന്ന് പറയുന്ന സൊല്യൂഷനിലേക്കാണ്, അലൂമിനിയം സൾഫേറ്റ്. പക്ഷേ എൻ്റെ കെമിക്കൽ ഫോർമുല എഴുതുമ്പോൾ Al2SO4 ത്രൈസ് ആയിരിക്കും. എന്തായിരിക്കും, Al2SO4 ത്രൈസ് എന്നാണ് അതിൻ്റെ കെമിക്കൽ ഫോർമുല. ചെയ്താൽ നോക്കി വെക്കുക. അപ്പോൾ നമ്മൾ കുറച്ച് ആൾക്കാരെ സൊല്യൂഷനൊക്കെ ഒന്ന് പഠിച്ചു നോക്കണം. Mg ആണെങ്കിൽ നമ്മൾ MgSO4 എഴുതും, Cu ആണെങ്കിൽ CuSO4, ദെൻ Fe ആണെങ്കിൽ FeSO4, Zn ആണെങ്കിൽ ZnSO4. ചാപ്റ്ററിൽ വളരെ നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരാളാണ് Ag, സിൽവറിൻ്റെ സൊല്യൂഷൻ ഏതാണ്, AgNO3. ഏതാണ്, AgNO3. ഓക്കെ, ഇനി അടുത്ത് ഇഫ് മെഗ്നീഷ്യം റോഡ് ഈസ് യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് കോപ്പർ. ഓക്കെ, നമ്മളിപ്പോൾ ശരിക്കും ആരൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്, കോപ്പർ ഉണ്ട്, പിന്നെ ആരുണ്ട്, അലൂമിനിയം ഉണ്ട്. കോപ്പറിനെയും അലൂമിനിയമാണ് നമ്മൾ ഗാൽവാനിക് സെൽ ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി പറയുന്നത് മെഗ്നീഷ്യം റോഡ് ഈസ് യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് കോപ്പർ. ഞാൻ ഈ കോപ്പറിനെ മാറ്റിയിട്ട് ഇതിൻ്റെ പകരം ഇവിടെ എന്തിനുപയോഗിക്കുന്നു, മെഗ്നീഷ്യത്തിന് ഉപയോഗിക്കുന്നു. എന്തിനുപയോഗിക്കുന്നു, മെഗ്നീഷ്യത്തിന്. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോണിൻ്റെ ഫ്ലോ എവിടെ നിന്ന് എവിടേക്കായിരിക്കും, ഡയറക്ഷൻ ഓഫ് ഇലക്ട്രോൺ ഫ്ലോ എങ്ങോട്ടായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യം. നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്, ഏതൊരു ഗാൽവാനിക് സെല്ലിലും ഇലക്ട്രോണുകളുടെ ഫ്ലോ ഉണ്ടാവുന്നത് എപ്പോഴും ആനോഡിൽ നിന്ന് കാഥോഡിലേക്കാണ്. അതിൻ്റെ കാരണം ആനോഡിൽ ഓക്സിഡേഷനും കാഥോഡിൽ റിഡക്ഷനും ആയതുകൊണ്ടാണ്. അതുകൊണ്ട് ഗാൽവാനിക് സെല്ലിൽ ഇലക്ട്രോണുകൾ ഫ്ലോ ചെയ്യുന്നത് എപ്പോഴും ആനോഡിൽ നിന്ന് കാഥോഡിലേക്കാണ്. അപ്പോൾ നമ്മൾ ഈ കോപ്പറിനെ മാറ്റിയിട്ട് മെഗ്നീഷ്യം വെക്കുമ്പോൾ നമ്മളെ ഗാൽവാനിക് സെല്ലിലുള്ള 2 ലോഹങ്ങൾ, ഒന്ന് മെഗ്നീഷ്യവും ഒന്ന് അലൂമിനിയവുമാണ്. അപ്പോൾ നമ്മുടെ അലൂമിനിയം റിയാക്ടിവിറ്റി സീരീസിൽ നമുക്കറിയാലോ, പൊട്ടാസ്യം, സോഡിയം, കാൽഷ്യം, മെഗ്നീഷ്യം കഴിഞ്ഞിട്ടാണ് ആര്, അലൂമിനിയം. അപ്പോൾ റിയാക്ടിവിറ്റി കൂടുതൽ മെഗ്നീഷ്യത്തിന്. അപ്പോൾ മെഗ്നീഷ്യം ആയിരിക്കും എന്ത്, ആനോഡ്. അപ്പോൾ കാഥോഡ് ആരായിരിക്കും, അലൂമിനിയം. അപ്പോൾ നമ്മുടെ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രോൺ ഫ്ലോ നമുക്ക് എഴുതാം, മെഗ്നീഷ്യത്തിൽ നിന്ന് അലൂമിനിയത്തിലേക്ക്. ഇതാണ് അതിൻ്റെ ആൻസർ. ഓക്കെ, കൂട്ടത്തിൽ പഠിച്ചു വെക്കുക, ഇലക്ട്രോണിൻ്റെ ഫ്ലോ ആനോഡിൽ നിന്ന് കാഥോഡിലേക്കാണെങ്കിൽ കറണ്ടിൻ്റെ ഫ്ലോ, വൈദ്യുതിയുടെ ഫ്ലോ നേരെ തിരിച്ചായിരിക്കും. കാഥോഡിൽ നിന്ന് ആനോഡിലേക്കായിരിക്കും വൈദ്യുതി പ്രവഹിക്കുന്നത്. അതും കൂട്ടത്തിൽ പഠിച്ചു വെക്കണം. ഓക്കെ, ഇനി അറേഞ്ച് കോപ്പർ, അലൂമിനിയം ആൻഡ് മെഗ്നീഷ്യം ഇൻ ദ ഡിക്രീസിങ് ഓർഡർ ഓഫ് ദ ഏരിയ. ഈ 3 ലോഹങ്ങൾ ആരൊക്കെ, കോപ്പർ ഉണ്ട്, അലൂമിനിയം ഉണ്ട്, മെഗ്നീഷ്യം ഉണ്ട്. ഈ 3 ആളുകളെ അവരുടെ ക്രിയാശീലം കുറഞ്ഞു വരുന്ന ക്രമത്തിൽ ഒന്ന് ക്രമീകരിക്കാൻ പറഞ്ഞ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. പൊട്ടാസ്യം ക്രിയാശീല ശ്രേണി കാണാതെ പഠിക്കൽ നിർബന്ധമാണ്. സോ പൊട്ടാസ്യം, സോഡിയം, കാൽഷ്യം, മെഗ്നീഷ്യം. അപ്പോൾ ആദ്യം ആരെഴുതുന്നു, മെഗ്നീഷ്യത്തിനെ. ഓക്കെ, മെഗ്നീഷ്യത്തിനേക്കാൾ ക്രിയാശീലം കുറവാണ് ആർക്ക് എഴുതുന്നു, അലൂമിനിയത്തിന്. ഓക്കെ, പിന്നെ സ്വാഭാവികമായിട്ട് അലൂമിനിയം കഴിഞ്ഞിട്ട് മെഗ്നീഷ്യം, അലൂമിനിയം, സിങ്ക്, അയൺ, നിക്കൽ, ടിൻ, ലെഡ്, ഹൈഡ്രജന്, കോപ്പർ, മെർക്കുറി, സിൽവർ, ഗോൾഡ്. അപ്പോൾ ഇവിടെ നമ്മളെ കയ്യിലുള്ള ഇനി ആരാ, കോപ്പർ, അതിന് എഴുതുന്നു. അപ്പോൾ 3ാമത്തെ ക്വസ്റ്റ്യനുമായി റെഡി. വീണ്ടും നമ്മൾ ഗാൽവാനിക് സെൽ എന്നൊരു ക്വസ്റ്റ്യൻ ചെയ്തു. അപ്പോൾ നമ്മൾ പുതിയൊരു കാര്യം കൂടി അവിടെ പറയാണ്, ഇലക്ട്രോണിൻ്റെ ഫ്ലോ ആനോഡിൽ നിന്ന് കാഥോഡിലേക്ക്. സൊല്യൂഷനുകൾ ഏതൊക്കെയാണ് ഉപയോഗിക്കേണ്ടതെന്നും ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ ആനോഡും കാഥോഡൊക്കെ നേരത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞു, റിയാക്ഷൻ ചെയ്തേണ്ട നേരത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞു. ഇവിടെ പുതിയൊരു കാര്യം കൂടി ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞു. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം, ഗാൽവാനിക് സെല്ലിൻ്റെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കിയോളി.
ഇൻ എ ഗാൽവാനിക് സെല്ല് സിങ്ക് റോഡ് ഡിപ്ഡ് ഇൻ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ. അപ്പോൾ സിങ്ക് സൾഫേറ്റിലേക്ക് ZnSO4ലേക്ക് സിങ്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. ആൻഡ് സിൽവർ റോഡ് ഡിപ്ഡ് ഇൻ സിൽവർ നൈട്രേറ്റ് AgNO3ലേക്ക് Ag ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗാൽവാനിക് സെല്ല് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഏതൊക്കെ മെറ്റൽ വെച്ചിട്ടാണ്? സിങ്കും സിൽവറും വെച്ചിട്ടുള്ള ഒരു ഗാൽവാനിക് സെല്ല്. ഓക്കെ, ചോദ്യം എന്താ? ഐഡൻറ്റിഫൈ ദ ഇലക്ട്രോഡ് അറ്റ് വിച്ച് ഓക്സിഡേഷൻ ടേക്സ് പ്ലേസ്. നേരത്തെ ചെയ്ത സെയിം ക്വസ്റ്റ്യൻ. ഓക്സീകരണം നടക്കുക എപ്പോഴും റിയാക്ടിവിറ്റി കൂടിയതിലാണ് ഓക്സിഡേഷൻ നടക്കുക. ഏതിലാണ്? റിയാക്ടിവിറ്റി കൂടിയതിലാണ് ഓക്സിഡേഷൻ നടക്കുക. അപ്പോൾ നോക്കി, ഓക്സിഡേഷൻ നടക്കുന്ന ഇതിൽ റിയാക്ടിവിറ്റി കൂടുതലായിരിക്കുക. റിയാക്ടിവിറ്റി കൂടുതൽ ഇവിടെ ഓക്സീകരണം നടക്കുന്ന ഇലക്ട്രോഡ് ഏതെന്ന് തിരിച്ചറിയുക. ഒരു സംശയവും വേണ്ട, റിയാക്ടിവിറ്റി കൂടിയത് സിൽവറാണ്, ഓക്സിഡേഷൻ നടക്കുന്നത് സിൽവറാണ്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്ത് എഴുതുന്നു? സിങ്ക് എന്ന് എഴുതുന്നു. സിങ്ക്. ഓക്കെ, സോറി, നേരത്തെ നമ്മൾ സിൽവർ എന്ന് പറഞ്ഞു. അവിടെ റിയാക്ടിവിറ്റി കൂടിയത് സിങ്കാണ്. ആ സിങ്ക് ആയിരിക്കും എന്തെന്ന് പറയുന്നത്? ഓക്സിഡേഷൻ നടക്കുന്ന ഇലക്ട്രോഡ്. അത് നേരത്തെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി ഒരു ഗാൽവാനിക് സെല്ലിൽ നടക്കുന്ന ഊർജ്ജമാറ്റം. നമ്മൾ ഗാൽവാനിക് സെല്ല് തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞതാണ്, ഏതൊരു ഗാൽവാനിക് സെല്ലിലും നടക്കുന്ന ഊർജ്ജമാറ്റം അവിടെ കെമിക്കൽ എനർജിയിൽ നിന്ന് ഏത് എനർജി ഉണ്ടാവുകയാണ് ചെയ്യുന്നത്? ഇലക്ട്രിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ രാസോർജ്ജത്തിൽ നിന്ന്. നോക്കി രാസോർജ്ജം. കാരണം റിഡോക്സ് രാസപ്രവർത്തനമാണ് അവിടെ നടക്കണേ. അപ്പോൾ അവിടെ രാസോർജ്ജം ഉണ്ടാകുന്നുണ്ട്. എന്നിട്ട് ആ രാസോർജ്ജത്തിൽ നിന്ന് നമ്മൾ ഏത് ഊർജ്ജം ഉണ്ടാക്കുന്നുണ്ട്? വൈദ്യുതോർജ്ജം ഉണ്ടാക്കുന്നുണ്ട്. ഗാൽവാനിക് സെല്ലിൽ നിർബന്ധമായിട്ടും ചോദിക്കുന്ന വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്. രാസോർജ്ജത്തിൽ നിന്ന് വൈദ്യുതോർജ്ജം ഉണ്ടാക്കുന്നു. ഓക്കെ, ഇനി ഗാൽവാനിക് സെല്ലുമായി ബന്ധപ്പെട്ട ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യനും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് നോക്കാം. കുറച്ച് മെറ്റീരിയൽസ് തന്നിട്ടുണ്ട്, നോക്കട്ടോ. എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? സിങ്ക് ഉണ്ട്, മെഗ്നീഷ്യം ഉണ്ട്, കോപ്പർ ഉണ്ട്, പിന്നെ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനുണ്ട്, MgSO4 സൊല്യൂഷനുണ്ട്, ZnSO4 സൊല്യൂഷനുണ്ട്, പിന്നെ ഒരു സാൾട്ട് പിടിച്ച് നമുക്ക് മെറ്റീരിയലായിട്ട് തന്നിട്ടുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ്, ഹൗ മെനി ഗാൽവാനിക് സെൽ ക്യാൻ ബി കൺസ്ട്രക്റ്റഡ് യൂസിങ് ദിസ്. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് എത്ര ഗാൽവാനിക് സെൽ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് ചോദ്യം. ആദ്യം നോക്കേണ്ടതെന്നറിയോ? ഒരു ഗാൽവാനിക് സെൽ ഉണ്ടാക്കണേ ഈ മെറ്റൽ മാത്രം തന്നാൽ പോരാ, ആ മെറ്റലിൻ്റെ സൊല്യൂഷനും കൂടി നമുക്ക് തന്നിരിക്കണം. അപ്പോൾ നമ്മൾ സിങ്ക് തന്നാൽ ആദ്യം നോക്കേണ്ടത് ZnSO4 ഉണ്ടോ? അപ്പോൾ ഉണ്ട്. ഓക്കെ, Mg തന്നാൽ നമ്മൾ നോക്കുക, MgSO4 തന്നിട്ടുണ്ടോ? അതും തന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ Cu തന്നാൽ നോക്കുക, CuSO4 തന്നിട്ടുണ്ടോ? അതും തന്നിട്ടുണ്ട്. അപ്പോൾ മൂന്നാളും മെറ്റൽ തന്നിട്ടുണ്ട്, മെറ്റലിൻ്റെ സൊല്യൂഷൻ തന്നിട്ട് പിന്നെ കണക്ട് ചെയ്യാൻ നമുക്ക് സാൾട്ട് ബ്രിഡ്ജൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളെ കയ്യിലുള്ളത് ഏതൊക്കെയാണ്? Zn ഉണ്ട്, Mg ഉണ്ട്, Cu ഉണ്ട്. ഈ മൂന്ന് ആൾക്കാർ നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, അപ്പോൾ ഈ മൂന്ന് ആൾക്കാരെ വെച്ചിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കാൻ പോകുന്നത്? ഗാൽവാനിക്സ്. എത്ര എണ്ണം ഉണ്ടാക്കാൻ പറ്റുന്നില്ല? വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നോക്കി, ഞാൻ ആദ്യം സിങ്കും മെഗ്നീഷ്യം വെച്ചിട്ട് ഒന്നുണ്ടാക്കി. ഓക്കെ, പിന്നെ ഞാൻ സിങ്കും കോപ്പറും വെച്ചിട്ട് ഒന്നുണ്ടാക്കി. അപ്പോൾ 2 എണ്ണമായി. ഓക്കെ, ഇനി ഞാൻ മെഗ്നീഷ്യവും കോപ്പറും വെച്ചിട്ട് ഒന്നുണ്ടാക്കി കൂടെ, അതുകൂടെ. അപ്പോൾ നോക്കി എത്ര എണ്ണം കിട്ടും? 3 ഗാൽവാനിക് സെല്ലുകൾ ഉണ്ടാക്കാൻ പറ്റും. സോ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്? 3. ഓക്കെ, ഇനി വിച്ച് ഗാൽവാനിക് സെൽ ഹാസ് ദ ഹയസ്റ്റ് വാല്യൂ ഓഫ് വോൾട്ടേജ്? വളരെ ഇമ്പോർട്ടൻറ്റ്. നോക്കി, ഞാൻ ആദ്യം സിങ്കും മെഗ്നീഷ്യവും തമ്മിലൊരു ഗാൽവാനിക് സെൽ ഉണ്ടാക്കി. ഓക്കെ, രണ്ടാമത്തെ ഞാൻ മെഗ്നീഷ്യവും കോപ്പറും തമ്മിൽ ഒരു ഗാൽവാനിക് സെൽ ഉണ്ടാക്കി. പിന്നെ സിങ്കും കോപ്പറും തമ്മിൽ ഒരു ഗാൽവാനിക് സെൽ ഉണ്ടാക്കി. ഓക്കെ, ഈ മൂന്നെണ്ണത്തിൽ ഈ ഗാൽവാനിക് സെല്ലുകളിൽ ഏതിലാണ് വോൾട്ടേജ് മൂല്യം? എല്ലാത്തുനിന്നും നമുക്ക് കറണ്ട് കിട്ടും, എല്ലാത്തുനിന്നും വോൾട്ടേജും കിട്ടും. അതിൽ മൂല്യം, അതിൻ്റെ വാല്യൂ കൂടുതൽ കിട്ടുക ഏതെന്നാന്നുള്ള വളരെ സിമ്പിളായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിൻ്റെ ആൻസർ ചെയ്യേണ്ടത് എത്രയേ ഉള്ളൂ. ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്ന 2 മെറ്റലുകൾ ഉണ്ടാവും. ആ മെറ്റലുകൾ തമ്മിൽ റിയാക്ടിവിറ്റിയിൽ ഭയങ്കര ഡിഫറൻസ് ഉള്ളത് ഏതാണോ അതാണ് കൂടുതൽ എന്ത് തരിക? വോൾട്ടേജിന് തരിക. ഓക്കെ, അപ്പോൾ നോക്കി, സിങ്കും മെഗ്നീഷ്യം ഒക്കെ അടുത്തടുത്താണ് അല്ല? റിയാക്ടിവിറ്റി സീരീസിൽ മെഗ്നീഷ്യം, അലൂമിനിയം, സിങ്ക് അതടുത്താണ്. ഓക്കെ, പിന്നെ മെഗ്നീഷ്യം നോക്കി, പൊട്ടാസ്യം, സോഡിയം, കാൽഷ്യം, മെഗ്നീഷ്യം. പിന്നെ കുറേ താഴെയാണ് ആര് വരുന്നത്? കോപ്പർ വരുന്നത്. ഓക്കെ, പിന്നെ സിങ്ക് മെഗ്നീഷ്യത്തിൻ്റെയും താഴെയാണ്. അപ്പോൾ സിങ്കും കോപ്പറും തമ്മിലുള്ള ഡിസ്റ്റൻസിനേക്കാൾ കൂടുതൽ ഡിസ്റ്റൻസ് റിയാക്ടിവിറ്റി സീരീസിൽ ആര് തമ്മിലുണ്ടാവും? മെഗ്നീഷ്യവും കോപ്പറും തമ്മിലുണ്ടാവും. അപ്പോൾ റിയാക്ടിവിറ്റി സീരീസിൽ ഭയങ്കര റിയാക്ടിവിറ്റി കൂടിയ ഒരാളെയും പറ്റ കുറഞ്ഞ ഒരാളെയും എടുക്കുന്ന സമയത്താണ് നമുക്ക് എന്ത് ചെയ്യുക? ഹൈ വോൾട്ടേജ് ഉള്ള കറണ്ട് നമുക്ക് ഗാൽവാനിക് സെല്ലിൽ നിന്ന് ലഭിക്കുക. അതുകൊണ്ട് നമ്മുടെ ആൻസർ ഇവിടെ എന്ത് വരുന്നു? MgCu ഗാൽവാനിക് സെൽ എന്ന് പറഞ്ഞു. റെഡി. ഓക്കെ, ഇനി വോൾട്ടേജ് മൂല്യം ഏറ്റവും കൂടുതലുള്ള ഗാൽവാനിക് സെല്ലിൽ. അപ്പോൾ നമ്മൾ തിരഞ്ഞെടുത്തതാ ഈ ആൻസർ തെറ്റിയാൽ ഇപ്പോൾ നമ്മൾ മൂന്നാമത്തെ ആൻസറും തെറ്റും. അതതിന് പ്രശ്നം. വോൾട്ടേജ് മൂല്യം കൂടുതലുള്ള ഗാൽവാനിക് സെല്ല് നമ്മൾ MgCu എന്ന് എടുത്തു. ഓക്കെ, ആ MgCuവിൻ്റെ ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ ആണ് എന്ത് ചെയ്യാൻ പറഞ്ഞത്? എഴുതാൻ പറഞ്ഞത്. ആനോഡിൽ എപ്പോഴും എന്താ നടക്കുക?
ഓക്സിഡേഷൻ, ഓക്സീകരണം. അപ്പോൾ എങ്ങനെ നമ്മൾ ആ റിയാക്ഷൻ ചെയ്ത് നോക്കി? അപ്പോൾ നമ്മൾ ആനോഡ് എം ജി ആണ്. ആ എം ജി ഗീവ്സ് എന്തായിട്ട് മാറും? Mg2+ ആയിട്ട് മാറും. ഓക്കെ, ദെൻ എന്ത് എഴുതുന്നു? 2 ഇലക്ട്രോൺ എഴുതുന്നു. ഇതാണ് ആനോഡിൽ ഓക്സിഡേഷൻ. ഓക്സിഡേഷൻ എഴുതുമ്പോൾ എപ്പോഴും നിങ്ങൾ ആ ഓക്സിഡേഷൻ നടന്ന ആളെ എഴുതുന്നു, അതിൻ്റെ ചാർജുള്ള ആളെ എഴുതുന്നു, അതിൻ്റെ ഇലക്ട്രോൺ എഴുതുന്നു. ഓക്കെ, പിന്നെ കുറേ ആൾക്കാർക്ക് സംശയം ഉണ്ടാവുക 2+, 3+, ഇതെങ്ങനെ മനസ്സിലാവുക. നിങ്ങൾ ഈ ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചു വെക്കാൻ വേണ്ടി മാത്രമാണ് പറയുന്നത്. നോക്കി, സിൽവർ AG കാണുകയാണെങ്കിൽ +1ഉം AL കാണുകയാണെങ്കിൽ +3. ആരൊക്കെ AG കാണുകയാണെങ്കിൽ +1 ഇടുക. ഓക്കെ, നോക്കി AG കാണുകയാണെങ്കിൽ +1 ഇടുക. ഓക്കെ, AL കാണുകയാണെങ്കിൽ +3 ഇടുക. ഓക്കെ, ബാക്കിയുള്ള Mg, Fe, Zn, Cu, Ni ഇവരൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ +2 ഇടുക. അപ്പോൾ പഠിച്ചു വെക്കുക. AGക്ക് +1, ALന് +3, ബാക്കിയുള്ളവർക്ക് +2. മാക്സിമം നമ്മളോട് ഇത്രയൊക്കെയാണ് ചോദിക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് ഗാൽവാനിക് സെല്ലുമായി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി ഗാൽവാനിക് സെല്ലിലെ ഏകദേശം എല്ലാ ഭാഗങ്ങളും നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ തീർത്തു. ഓക്കെ, ഇനി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സെല്ലാണ് എന്തെന്ന് പറയുന്നത് ഇലക്ട്രോളിറ്റിക് സെല്ല്, വൈദ്യുത വിശ്ലേഷണ സെല്ല്. ഗാൽവാനിക് സെല്ലിൽ എന്താണോ നടക്കുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഗാൽവാനിക് സെല്ലിൽ നമ്മൾ കെമിക്കൽ എനർജിയിൽ നിന്ന് ഇലക്ട്രിക്കൽ എനർജി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇലക്ട്രിക്കൽ എനർജിയിൽ നിന്ന് നമ്മൾ നേരെ എന്തുണ്ടാക്കുന്നു? കെമിക്കൽ എനർജി ആയിട്ട് അതിനെ കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ചോദ്യം തന്നെ നോക്കി, വാട്ട് ഈസ് ദ എനർജി ചേഞ്ച് ടേക്ക് പ്ലേസ് ഇൻ ഇലക്ട്രോളിറ്റിക് സെല്ല്? വൈദ്യുത വിശ്ലേഷണ സെല്ലിൽ നടക്കുന്ന ഊർജ്ജമാറ്റം എന്താണ്? എന്താണ് ഊർജ്ജമാറ്റം? ഇലക്ട്രിക്കൽ എനർജിയെ കെമിക്കൽ എനർജിയാക്കി മാറ്റുന്നു. വൈദ്യുതോർജ്ജത്തെ എന്താക്കി മാറ്റുന്നു? രാസോർജ്ജമാക്കി മാറ്റുന്നു. ഓക്കെ, ഇനി ഒരു വൈദ്യുത വിശ്ലേഷണ സെല്ലിൽ ഓക്സീകരണം നടക്കുന്നത് ഏത് ഇലക്ട്രോഡിലാണ്? ഓക്സിഡേഷൻ ഏത് ഇലക്ട്രോഡിലാണ് നടക്കുക? ഓക്സിഡേഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഏത് ഇലക്ട്രോഡിലാണ് നടക്കുക? ആനോഡിൽ. അപ്പോൾ റിഡക്ഷൻ കാഥോഡിലും നടക്കും. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പോൾ നമ്മൾ വൈദ്യുത വിശ്ലേഷണ സെല്ലിലെ ഇലക്ട്രോളിറ്റിക് സെല്ലിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യം നോക്കുക. ഓക്കെ, ഈ ചോദ്യം നമ്മൾ നോക്കുന്നതിന് മുമ്പ് നമ്മൾ കൃത്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ നിർബന്ധമായിട്ടും അറിയണം. നോക്കിയോളി, നമ്മൾ സോഡിയം ക്ലോറൈഡിനെ, ഓക്കെ, എങ്ങനത്തെ സോഡിയം ക്ലോറൈഡ്? മോൾട്ടൻ സോഡിയം ക്ലോറൈഡ്. സോഡിയം ക്ലോറൈഡിനെ, ഓക്കെ, എങ്ങനത്തെ സോഡിയം ക്ലോറൈഡ്? മോൾട്ടൻ എന്ന് പറഞ്ഞാൽ ഉരുകിയ സോഡിയം ക്ലോറൈഡിനെ, ഓക്കെ, ദെൻ വൈദ്യുത വിശ്ലേഷണം നടത്തുകയാണ്. അതേപോലെ തന്നെ നമ്മൾ വീണ്ടും സോഡിയം ക്ലോറൈഡിനെ വൈദ്യുത വിശ്ലേഷണം നടത്തുകയാണ്. എങ്ങനത്തെ സോഡിയം ക്ലോറൈഡ്? അക്വസ് എന്ന് പറഞ്ഞാൽ ജലീയ സോഡിയം ക്ലോറൈഡിനെ വൈദ്യുത വിശ്ലേഷണം നടത്തുകയാണ്. ഇത് രണ്ടും കൃത്യമായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. നോക്കി, ഉരുകിയ സോഡിയം ക്ലോറൈഡിലുള്ളത് 2 അയോണുകൾ, Na+ഉം Cl-ഉം. ജലീയ സോഡിയം ക്ലോറൈഡിലുള്ളത് Na+ഉം Cl-ഉം, ശ്രദ്ധിക്കുക, OH-ഉം H3O+ഉം പിന്നെ H2O ഉണ്ടാവും. അപ്പോൾ ഉരുകിയ സോഡിയം ക്ലോറൈഡിൽ 2 ആൾക്കാരേ ഉള്ളൂ, Na+ഉം Cl-ഉം. ജലീയ സോഡിയം ക്ലോറൈഡിൻ്റെ ലായനിയാണെങ്കിൽ Na+ഉം Cl- എന്തായാലും ഉണ്ട്, അതിൻ്റെ കൂടെ OH- ഉണ്ട്. H3O+ന് പകരം H+ എന്ന് എഴുതിയാലും മതി, ദെൻ H2O ഉണ്ടാവും. ഓക്കെ, H2O ഉണ്ടാവും. റെഡി? ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ടത്, അപ്പോൾ ഇവിടെ H2O ഉണ്ട്, ശ്രദ്ധിക്കേണ്ട H2O. ഓക്കെ, ഇനി നമ്മൾ വൈദ്യുത വിശ്ലേഷണം നടത്തുന്ന സമയത്ത് ഒരു ആനോഡ് ഉണ്ടാവും, ഓക്കെ, ഒരു കാഥോഡ് ഉണ്ടാവും. ഓക്കെ, വൈദ്യുത വിശ്ലേഷണ സെല്ലിൽ കാഥോഡിൻ്റെ ചാർജ് എന്താ? നെഗറ്റീവ്. ആനോഡിൻ്റെ ചാർജ് എന്താ? പോസിറ്റീവ്. ഓക്കെ, അപ്പോൾ ഈ Na+ന് ഇത് പോസിറ്റീവ് ആയതുകൊണ്ട് ഇത് നേരെ നെഗറ്റീവ്ക്ക് വരും. അങ്ങനെ കാഥോഡിൽ എന്തുണ്ടാവും? Na ഉണ്ടാവും, സോഡിയം ഉണ്ടാവും. ഓക്കെ, Cl- നേരെ ആനോഡിക്ക് പോവും, അവിടെ എന്തുണ്ടാവും? Cl2 ഉണ്ടാവും, ക്ലോറിൻ ഉണ്ടാവും. അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ട് ആനോഡാണ്, ഓക്സിഡേഷൻ നടക്കും, അതിൻ്റെ ഇക്വേഷൻ എഴുതണം. കാഥോഡാണ്, റിഡക്ഷൻ നടക്കും, അതിൻ്റെ ഇക്വേഷൻ എഴുതേണ്ടി വരും. ഓക്കെ, ദെൻ അതേപോലെ ഇവിടെയും നമുക്ക് എന്തുണ്ടാവും? ഒരു ആനോഡ് ഉണ്ടാവും, പിന്നെ എന്തുണ്ടാവും? ഒരു കാഥോഡ് ഉണ്ടാവും. ആനോഡിൻ്റെ ചാർജ് പോസിറ്റീവാണ്, കാഥോഡിൻ്റെ ചാർജ് നെഗറ്റീവാണ്. റെഡി? നെഗറ്റീവാണ്. ഓക്കെ, ഇനി നോക്കി, ആനോഡിലേക്ക് Cl- ആണ് വരിക. ഓക്കെ, അപ്പോൾ ഇവിടെ OH-നും മൈനസ് ഉണ്ട്, പക്ഷേ Cl- വരുള്ളൂ. കാരണം ഓക്സിഡേഷൻ നടക്കാനുള്ള ടെൻഡൻസി കൂടുതൽ Cl- ഇവിടുന്ന് Cl- ആനോഡിക്ക് വരും. അപ്പോൾ ആനോഡിൽ എന്തെന്നെ ഉണ്ടാവും? Cl2 ഉണ്ടാവും. റെഡി? Cl2 ഉണ്ടാവും. ഓക്കെ, കാഥോഡിലേക്ക് വരേണ്ടത് പോസിറ്റീവ് ചാർജുള്ള ആളുകളാണ്. ആരൊക്കെ? Na+ വരാം, H3O+ വരാം. ആര് വന്നാലും അവിടെ നടക്കണം എന്താ? റിഡക്ഷനാണ്. പക്ഷേ അവിടെയാണ് ഇവിടെ ടിഷ്യൂ നടക്കണം. നോക്കി, ഈ പോസിറ്റീവ് ചാർജുള്ള ആളുകൾ വന്നാൽ നടക്കുന്ന റിഡക്ഷനേക്കാൾ കൂടുതൽ റിഡക്ഷൻ നടക്കുക H2O വന്നതായതുകൊണ്ട് അവിടെ കാഥോഡിലേക്ക് ആര് വരുന്നു? H2O വരുന്നു. അതുകൊണ്ട് കാഥോഡിൽ എന്തുണ്ടാകുന്നു? H2 ഉണ്ടാകുന്നു. അപ്പോൾ ആനോഡിലെ റിയാക്ഷൻ, കാഥോഡിലെ റിയാക്ഷൻ. ഓക്കെ,
അപ്പോൾ നോക്കി ഇവിടെ ആകെ 2 അയോണുകളേ ഉള്ളൂ. Na+ ഉണ്ട്, Cl- ഉണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി Na ആയി, Cl2 ആയി, അത് കഴിഞ്ഞ്. ഇവിടെ 5 ആൾക്കാരുണ്ട്, അതിൽ 2 ആൾക്കാർ അങ്ങോട്ട് കൊണ്ടുപോയി, പക്ഷേ സൊല്യൂഷനിൽ കുറച്ച് ആൾക്കാർ ബാക്കിയുണ്ട്. ഓക്കെ, ഒന്നാര ബാക്കി സൊല്യൂഷനിൽ ബാക്കിയുള്ളത് ആരാ നോക്കി, ഒന്ന് Na+ ബാക്കിയുണ്ട്, പിന്നെ ആര് ബാക്കിയുണ്ട്, OH- ബാക്കിയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് സൊല്യൂഷനിൽ കടന്നിട്ട് ഈ Na+ഉം OH- ഈ സൊല്യൂഷനിൽ എന്ത് ചെയ്യുന്നു, കൂടിച്ചേരുന്നു. സൊല്യൂഷനിൽ വെച്ചിട്ട് അവർ കൂടിച്ചേർന്നിട്ട് നമ്മുടെ സൊല്യൂഷൻ്റെ ഉള്ളിൽ എന്തുണ്ടാവുന്നു, NaOH അഥവാ സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷനിലും ഉണ്ടാവുന്നു. അതും പഠിച്ചു വെക്കാം. റെഡി. പിന്നെ ഇക്വേഷൻസ് എഴുതാനാണ്, അത് നോക്കി വെക്കണം. റെഡി. അപ്പോൾ പ്രധാനമായും പഠിച്ചു വെക്കേണ്ടത് ഉരുകിയ സോഡിയം ക്ലോറൈഡിൽ ഈ 2 അയോണുകളാണുള്ളത്. എന്നാൽ ഇവിടെ 5 ആൾക്കാരുണ്ട്. ഓക്കെ, ദെൻ അടുത്തത് ആനോഡിൽ ഇവിടെ Cl2 ആണ്, ഇവിടെയും ആനോഡിൽ എന്താണ്, Cl2 ആണ്. കാഥോഡിൽ ഇവിടെ Na ആണ്, ഇവിടെ കാഥോഡിൽ എന്താണ്, H2 ആണ്. പക്ഷേ ഇവിടെ H2, പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാ, ഇവിടെ സൊല്യൂഷനിൽ ഒരാളും കൂടി ഉണ്ടാവുന്നുണ്ട്, എന്താണ്, NaOH. ഓക്കെ, NaOH. ആനോഡിൽ ഓക്സിഡേഷൻ നടക്കുന്നു, കാഥോഡിൽ റിഡക്ഷൻ നടക്കുന്നു. ഇക്വേഷൻസ് ചെയ്യണം. ക്വസ്റ്റ്യൻ നോക്കി. യു ആർ ഗിവൺ സോഡിയം ക്ലോറൈഡ് ആൻഡ് വാട്ടർ. നിങ്ങൾക്ക് എന്ത് തന്നിട്ടുണ്ട്, സോഡിയം ക്ലോറൈഡും തന്നു, വാട്ടറും തന്നു. നിങ്ങൾക്ക് ചോദ്യം ഇതാണ്, ഹൗ വിൽ യു പ്രൊഡ്യൂസ് സോഡിയം ആൻഡ് ക്ലോറിൻ ഫ്രം ദ ഗിവൺ സബ്സ്റ്റൻസ്. ഇത് വെച്ചിട്ട് നിങ്ങൾ നൽകിയിട്ടുള്ള പദാർത്ഥങ്ങളിൽ നിന്ന് നിങ്ങൾ എങ്ങനെ സോഡിയവും ക്ലോറിനും ഉൽപ്പാദിക്കും. നമുക്ക് എന്താ ഉൽപ്പാദിപ്പിക്കേണ്ടത്, സോഡിയവും ക്ലോറിനും മതി. സോഡിയവും ക്ലോറിനുമാണ് ഉൽപ്പാദിപ്പിക്കേണ്ടത്. നോക്കി, സോഡിയം കിട്ടണം. ഓക്കെ, സോഡിയം കിട്ടണം, ആയിക്കോട്ടെ. ക്ലോറിനും കിട്ടണം. അപ്പം നമ്മൾ ആ തന്ന സോഡിയം ക്ലോറൈഡിനെ, നമുക്ക് തന്ന സോഡിയം ക്ലോറൈഡ് തന്നല്ലോ, അതാ ആ സോഡിയം ക്ലോറൈഡിനെ എന്താക്കുക, മോൾട്ടൻ, ഉരുക്കുക. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഉരുകിയ സോഡിയം ക്ലോറൈഡിനെ എന്ത് നടത്തുന്നു, വൈദ്യുത വിശ്ലേഷണം അഥവാ ഇലക്ട്രോളിസിസ് നടത്തുന്നു. അതാണ് അതിൻ്റെ ആൻസർ. എന്താണ് ഉരുകിയ സോഡിയം ക്ലോറൈഡിനെ എന്ത് നടത്തുന്നു, വൈദ്യുത വിശ്ലേഷണം അഥവാ ഇലക്ട്രോളിസിസ് നടത്തുന്നു. അത് റെഡി. ഓക്കെ, ഇനി അടുത്ത് നോക്കി. ഈ പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് ഇപ്പോൾ ഈ തന്ന സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് നിങ്ങളോട് പറയാണ് ഹൈഡ്രജൻ ഉണ്ടാക്കണം, അതുപോലെ തന്നെ സോഡിയം ഹൈഡ്രോക്സൈഡ് ഉണ്ടാക്കണം. എന്തൊക്കെ ഉണ്ടാക്കണം, ഹൈഡ്രജൻ കിട്ടണം, സോഡിയം ഹൈഡ്രോക്സൈഡും കിട്ടണം. ഇങ്ങോട്ട് മറിച്ച് നോക്കി, ഇതാ കാഥോഡിൽ എന്തുണ്ടായിണ്, ഹൈഡ്രജൻ. ഇതാ സൊല്യൂഷനിൽ എന്തുണ്ടായിണ്, NaOH. അപ്പോൾ സൊല്യൂഷനിൽ NaOH ഉണ്ടായി, കാഥോഡിൽ ഹൈഡ്രജൻ ഉണ്ടായി. ഇത് ആരെ ഇലക്ട്രോളിസിസ് നടത്തിയപ്പോഴാ, സോഡിയം ക്ലോറൈഡിൻ്റെ ജലീയ ലായനിയെ. ആരെ സോഡിയം ക്ലോറൈഡിൻ്റെ ജലീയ ലായനി. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, സോഡിയം ക്ലോറൈഡിൻ്റെ ജലീയ ലായനി അഥവാ അക്വസ് സൊല്യൂഷനെ എന്ത് നടത്തണം, ഇലക്ട്രോളിസിസ് അഥവാ വൈദ്യുത വിശ്ലേഷണം നടത്തണം. അപ്പോൾ അത് രണ്ടും കിട്ടും. ഓക്കെ, ചോദ്യം അങ്ങനെ തന്നെ തിരിച്ചു വരാം. സോഡിയം ക്ലോറൈഡിൻ്റെ ജലീയ ലായനിയെ വൈദ്യുത വിശ്ലേഷണം നടത്തിയാൽ ആനോഡിൽ എന്തുണ്ടാകുന്നു, നോക്കി, ആനോഡിൽ ക്ലോറിൻ ഉണ്ടാകുന്നു, കാഥോഡിൽ എന്തുണ്ടാകുന്നു, ഹൈഡ്രജൻ, ലായനിയിൽ എന്തുണ്ടാകുന്നു, NaOH. ഉരുകിയ സോഡിയം ക്ലോറൈഡിനെ വൈദ്യുത വിശ്ലേഷണം നടത്തിയാൽ ആനോഡിൽ എന്തുണ്ടാവുന്നു, Cl2, കാഥോഡിൽ എന്തുണ്ടാവുന്നു, Na. ഓക്കെ, ഇത് നേരെ തിരിച്ചു ചോദിച്ചു. നിങ്ങൾക്ക് സോഡിയം ക്ലോറൈഡും വാട്ടറും നിന്നിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് അതിന് സോഡിയം കിട്ടണം, ക്ലോറിനും കിട്ടണം. അപ്പോൾ എന്ത് ചെയ്യണം, ഉരുകിയ സോഡിയം ക്ലോറൈഡിനെ വൈദ്യുത വിശ്ലേഷണം നടത്തണം. ഹൈഡ്രജനും കിട്ടണം, NaOH കിട്ടണം. അപ്പോൾ എന്ത് ചെയ്യണം, സോഡിയം ക്ലോറൈഡിൻ്റെ ലായനിയെ വൈദ്യുത വിശ്ലേഷണം നടത്തണം. അത്രേ ഉള്ളൂ, ഇലക്ട്രോളിസിസ് നടത്തണം. അതാണ് അതിൻ്റെ ആൻസർ. ഓക്കെ, ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. അനലൈസ് ദ ഗിവൺ ഫിഗർ ആൻഡ് ആൻസർ പോലെ. ഐഡന്റിഫൈ ദ ബീക്കർ ഇൻ വിച്ച് കെമിക്കൽ ചേഞ്ച് ടേക്സ് പ്ലേസ്. ഏത് ബീക്കറിലാണ് കെമിക്കൽ ചേഞ്ച് നടക്കുക എന്നുള്ളത് നോക്കിയോളി. ഇവിടെ നമുക്ക് ഒരു ബീക്കർ തന്നിട്ടുണ്ട്. ഇതാരാ സിങ്ക. ആരാണ്, സിങ്ക്. ഓക്കെ, ഈ ബീക്കറിലേക്ക് ഇത് അവിടെ ഇറക്കി വെച്ച് ഇതാരാ, കോപ്പർ. ഓക്കെ, ഇനി ഇത് ഏതാ സൊല്യൂഷൻ, CuSO4. ആരാ, CuSO4. ഇതാരാ, ZnSO4. നോക്കി ആദേശ രാസപ്രവർത്തനം അഥവാ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറയുന്നിടത്തുള്ള ചോദ്യമാണ്. നോക്കി, ഇവിടെ സൊല്യൂഷനിലുള്ള കോപ്പറിനേക്കാൾ റിയാക്ടിവിറ്റി കൂടുതലാണ് ആർക്ക് സിങ്കിന്. അപ്പോൾ ഈ സിങ്കിന് വന്നിട്ട് നേരെ ഇവിടുന്ന് കോപ്പറിനോട് തട്ട് നേരെ കോപ്പറിനെ മാറ്റിയിട്ട് അവിടെ ആര് വരുന്നു, സിങ്ക് വരുന്നത്. എന്നാൽ അവിടെ നോക്കി, ഈ സൊല്യൂഷനിലുള്ള സിങ്കിൻ്റെ അത്ര റിയാക്ടിവിറ്റി ഇല്ല വരുന്ന ആർക്ക് കോപ്പറിന്. അപ്പോൾ ഈ കോപ്പറിന് ഈ സിങ്കിനെ തട്ടാൻ ഇവിടെ എന്തില്ല, കഴിയൂല എന്ന് പറഞ്ഞാൽ ഇവിടെ റിയാക്ഷൻ നടക്കണില്ല. അപ്പോൾ റിയാക്ഷൻ നടക്കുന്ന ബീക്കർ എത്രാമത്തെ ബീക്കർ, ഒന്നാമത്തെ ബീക്കർ. ഗീവ് റീസൺ വളരെ സിമ്പിൾ, പറഞ്ഞു കഴിഞ്ഞു. എന്താ, കോപ്പർ സൾഫേറ്റിലെ കോപ്പറിനേക്കാൾ റിയാക്ടിവിറ്റി അഥവാ ക്രിയാശീലം കൂടുതലാണ് ആർക്ക്, സിങ്കിന്. അത് തന്നെയാണ് റീസൺ. ഓക്കെ, ദെൻ അടുത്തത് റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഓഫ് ദ റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് ഹിയർ. ഇവിടെ നടന്ന റിയാക്ഷൻ്റെ ഇക്വേഷൻ എഴുതാനാണ് ചോദ്യം. ആദേശ രാസപ്രവർത്തനത്തിൻ്റെ സമവാക്യം അഥവാ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ്റെ ഇക്വേഷൻ എഴുതാൻ പഠിച്ചതാണ് നമ്മൾ. നോക്കിയോളി, ആരൊക്കെ തമ്മിലാണ് റിയാക്ഷൻ, സിങ്ക്,
സിങ്ക് ആരായിട്ടാണ് റിയാക്ട് ചെയ്യണത്? CuSO4. ദെൻ എന്നിട്ട് എന്താ കാട്ടുക? ഈ സിങ്ക് നേരെ വന്നിട്ട് കോപ്പറിനൊരു തട്ട്. അപ്പോൾ കോപ്പറിനെ തട്ടിയിട്ട് അവിടെ സിങ്ക് ഇരിക്കും. അപ്പോൾ ZnSO4 എന്നാവും. SO4ൻ്റെ അടുത്ത് CU ഉണ്ടായിരുന്നു. ആ CUനെ മാറ്റിയിട്ട് അവിടെ ആര് വരുന്നേ? Zn വരുന്നേ. സോ ZnSO4 ആയി പ്ലസ് എന്ത്? CU. ഇതാണ് റിയാക്ഷൻ. ആദേശ രാസപ്രവർത്തനത്തിലെ ക്വസ്റ്റ്യൻ. ഓക്കെ, ആദേശ രാസപ്രവർത്തനത്തിൽ തന്നെ ഒരു ഒറ്റ ക്വസ്റ്റ്യനും കൂടി ചെയ്തിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നോക്കൂ, എ സിങ്ക് റോഡ് ഈസ് കെപ്റ്റ് ഇൻ CuSO4 സൊല്യൂഷൻ ഓഫ് സം ടൈം. നോക്കി CuSO4 സൊല്യൂഷനിൽ നമ്മൾ സിങ്ക് റോഡ് ഡിപ്പ് ചെയ്തു. നേരത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞ സെയിം സാധനം. കോപ്പർ സൾഫേറ്റിലേക്ക് സിങ്ക് റോഡ് ഡിപ്പ് ചെയ്താൽ ഈ സിങ്ക് വന്നിട്ട് ഈ കോപ്പറിനൊരു തട്ടും. അപ്പോൾ കോപ്പർ അവിടെ നിന്ന് പോവും. അവിടെ ആര് വരും? സിങ്ക് വരും. അത് നമ്മൾ പറഞ്ഞു. അതാണ് ആദേശം അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, എന്താണ് ഇവിടെ നടക്കുന്ന ചേഞ്ച് എന്നാണ്. വാട്ട് ചേഞ്ച് ഒബ്സർവ്ഡ് ഫോർ ദ സർഫസ് ഓഫ് ദ Zn റോഡ് എന്ന് പറഞ്ഞാൽ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ നിങ്ങളിങ്ങനെ സിങ്ക് ഇട്ടിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഈ സിങ്ക് റോഡ് ഇങ്ങനെ എടുത്തു നോക്കുമ്പോൾ ആ സിങ്ക് റോഡിൽ ഉണ്ടാകുന്ന ചേഞ്ച്, എന്ത് മാറ്റമാണ് ആ സിങ്ക് റോഡിൽ ഉണ്ടാവുക എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, വളരെ സിമ്പിൾ. എല്ലാ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷനും ചേഞ്ച് ചെയ്തിരിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. നമ്മളെ സൊല്യൂഷനിലുള്ള മെറ്റൽ ഏതാ? കോപ്പർ. ഈ കോപ്പർ പോയിട്ട് നേരെ സിങ്കുമ്മ ഇങ്ങനെ പറ്റി പിടിക്കും. സിങ്കുമ്മ ഡെപ്പോസിറ്റ് ആവും. നിങ്ങൾ സിങ്ക് കുറച്ച് സിങ്ക് എടുത്ത് നോക്കുമ്പോൾ അതിന് എന്തുണ്ടാവും? കോപ്പർ ഉണ്ടാവും. സോ ആൻസർ നമുക്ക് എന്ത് ചെയ്താൽ കോപ്പർ ഡെപ്പോസിറ്റഡ് ഓൺ Zn റോഡ്. സിങ്ക് റോഡിൽ കോപ്പർ നിക്ഷേപിക്കപ്പെടുന്നു. അതെല്ലാത്തിലും അങ്ങനെ തന്നെയാണേ. നോക്കി വേറെ വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നോക്കി, AgNO3യിലേക്ക് ഞാനൊരു കോപ്പറിൻ്റെ ഒരു കഷ്ണം ഇറക്കി വെച്ചാലേ ഞാൻ ഈ കോപ്പർ എടുത്ത് നോക്കുമ്പോൾ അയിമാരുണ്ടാവും Ag ഉണ്ടാവും. അതാണൊരു ഒബ്സർവേഷൻ. ഓക്കെ, രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒബ്സർവേഷൻ ഈ എക്സാമ്പിൾ ഉണ്ട്. നോക്കിയോളി, വാട്ട് ഈസ് ദ റീസൺ ഫോർ ദ ഫേഡിങ് ഓഫ് ദ ബ്ലൂ കളർ? അത് പഠിച്ചു വെക്കണം കേട്ടോ. കോപ്പർ സൾഫേറ്റിലേക്ക് സിങ്ക് ആണ്ട് ഇട്ട് കഴിഞ്ഞാൽ എന്താ ഒരു മാറ്റം നടക്കുക? സിങ്കുമ്മ കോപ്പർ ഉണ്ടാവും, അതൊരു മാറ്റം. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചേഞ്ച്, ഈ കോപ്പർ സൾഫേറ്റിന് ഒരു നീല കളർ ഉണ്ട്. എന്ത് കളർ ഉണ്ടാവും? നീല കളർ. ഈ നീല കളർ കുറച്ച് കഴിയുമ്പോൾ കുറയും. പതുക്കെ ഈ കളർ ഇങ്ങനെ ഫെയ്ഡ് ആവാൻ തുടങ്ങും. ഓക്കെ, അങ്ങനെ ആ നീല കളർ കുറയാനുള്ള കാരണം എന്താണെന്ന് ചോദിക്കുകയാണ് ക്വസ്റ്റ്യനിൽ. എന്തുകൊണ്ടാണ് ആ നീല കളർ ഫെയ്ഡ് ആയത്? ഓക്കെ, ബ്ലൂ കളർ ഫെയ്ഡ് ആയത് വളരെ ഈസി. ശ്രദ്ധിച്ചോളി, കോപ്പർ സൾഫേറ്റിലെ ബ്ലൂ കളറിൻ്റെ കാരണം ആരാ? Cu2+. ആരാണ്? Cu2+. ഈ Cu2+ റിഡക്ഷൻ നടന്ന എന്താവും? CO. എന്നിട്ട് നമ്മൾ പറഞ്ഞല്ലോ ഈ CU ആണ് സിങ്കുമ്മ ഡെപ്പോസിറ്റ് ആവണമെന്ന് പറഞ്ഞല്ലോ, അതും പറഞ്ഞു. ഓക്കെ, ഒന്നുകൂടി പറയും. കോപ്പർ സൾഫേറ്റിൻ്റെ ബ്ലൂ കളറിൻ്റെ റീസൺ ആരാ? Cu2+. ആ Cu2+ CU ആയിട്ട് എവിടെ ഡെപ്പോസിറ്റ് ആവുന്നു? സിങ്കിൽ ഡെപ്പോസിറ്റ് ആവുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ സൊല്യൂഷൻ്റെ ഉള്ളിലെ Cu2+ൻ്റെ അളവ് ഇങ്ങനെ പതുക്കെ എന്ത് ചെയ്യുന്നു? കുറയുന്നു. കോപ്പർ സൾഫേറ്റിൻ്റെ കളറിന് കാരണം ആരാ? Cu2+. അതിൻ്റെ അളവ് എന്ത് ചെയ്യാണ്? കുറയാണ്. അപ്പോൾ അതിൻ്റെ കളറും എന്ത് ചെയ്യാണ്? കുറയാണ്. സോ ദ ആൻസർ ഈസ് ഡ്യൂ ടു ഡിക്രീസ് ദ കോൺസെൻട്രേഷൻ ഓഫ് Cu2+ അയോൺ. ഇതാണ് ആൻസർ. Cu2+ അയോണിൻ്റെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ആവുന്നു, കുറയുന്നതാണ് ആ കളർ ചേഞ്ച് അല്ലെങ്കിൽ ആ ബ്ലൂ കളർ ഡിക്രീസ് ആവാനുള്ള റീസൺ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് രണ്ട് ഒബ്സർവേഷനാണ്. ഒബ്സർവേഷൻ വെച്ചിട്ടുള്ള ചോദ്യമാണ് ഇത് രണ്ടും. ഓക്കെ, അപ്പോൾ ഒബ്സർവേഷൻ വെച്ചിട്ടും ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ നമ്മൾ കോപ്പർ സൾഫേറ്റിക്ക് സിങ്ക് ഇറക്കി വെക്കുമ്പോൾ രണ്ട് ഒബ്സർവേഷൻ അവിടെ നടക്കുക. ഒന്ന്, സിങ്ക് തണ്ടിൽ കോപ്പർ പറ്റി പിടിച്ചിട്ടുണ്ടാവും. രണ്ടാമത്തെ, കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ്റെ ബ്ലൂ കളർ എന്ത് ചെയ്തിട്ടുണ്ടാവും? പോയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്ന് പറയുന്ന ഭാഗത്തു നിന്നുള്ള രണ്ട് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ശ്രദ്ധിച്ചോളി, നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഗാൽവാനിക് സെല്ല് വളരെ കൃത്യമായിട്ട് അതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് അതിലെ എല്ലാ ഭാഗവും കവറായി. ഓക്കെ, ഇലക്ട്രോളിറ്റിക് സെല്ല് പറഞ്ഞപ്പോൾ തന്നെ മോൾട്ടനും അതുപോലെ തന്നെ അക്വസും പറഞ്ഞു. ആ ഭാഗത്തെ ക്വസ്റ്റ്യൻസും ക്ലിയറായി. പിന്നെ നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷനിൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അവിടെയും പറഞ്ഞു. ഏകദേശം നമ്മൾ ഈ ചാപ്റ്ററിൽ ടച്ച് ആവുന്നുള്ള ഏകദേശ ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ബാക്കി നിങ്ങൾ ക്രിസ്മസ് എക്സാമിന് പോകുന്നതിന് മുമ്പ് നിർബന്ധമായിട്ടും ഈ ക്വസ്റ്റ്യൻസുകളെങ്കിലും ചെയ്ത് നോക്കിയിട്ട് വേണം നിങ്ങൾ ക്രിസ്മസ് എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബാക്കി ഈ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ഞങ്ങൾ വീണ്ടും കാണാം. ഓക്കെ.